കോഴിക്കോട് നിന്ന് വരുന്നൊരു വാർത്ത. താമരശ്ശേരി ചുരത്തിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങിയെന്നതാണ്. ചുരം 7-ാം വളവിലാണ് ലോറി കുടുങ്ങിയത്. ക്രെയിൻ എത്തിച്ച് ലോറി നീക്കാനുള്ള ശ്രമം തുടരുന്നു. ദിൽഷ തിലകൻ ചേരുന്നുണ്ട്. ദിൽഷ, പെരുന്നാൾ ദിനമാണ്. വയനാട്ടിലേക്കൊക്കെ ഒരുപാട് സഞ്ചാരികൾ ഈ വീക്കെൻഡിൽ എത്തുന്ന സമയം കൂടിയാണ്. വേഗത്തിൽ ഈ കുരുക്ക് നീക്കാൻ കഴിയുമോ? ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ ഈ താമരശ്ശേരി ചുരത്തിൽ ഈ ലോറി കുടുങ്ങുന്നത് ഒരു സ്ഥിരം സംഭവം തന്നെയാണ്. എന്നാൽ ഇന്ന് പെരുന്നാൾ ദിനമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചുരം 7-ാം വളവിലാണ് പുലർച്ചെയോടെ ലോറി കുടുങ്ങിയത്. ഈ ക്രെയിൻ എത്തിച്ച് ലോറി നീക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. എന്നാൽ ചുരം ഇറങ്ങി വരികയായിരുന്ന ലോറിയുടെ മുൻഭാഗത്തെ ടയറുകളിലൊന്ന് ഈ സംരക്ഷണ ഭിത്തിയുടെ പുറത്തേക്ക് ചാടിയ നിലയിലാണ്. അത് നീക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടെ ഹൈവേ പോലീസും ചുരം സംരക്ഷണ സമിതിയും എല്ലാം തന്നെ. എന്തായാലും ഗതാഗതം തടസ്സപ്പെട്ട നിലയിൽ തന്നെയാണ്. പോലീസ് എത്തിയിട്ടുണ്ട്. വൺ വേ ആയിട്ട് വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികൾ ഇന്ന് ഇവിടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് ഈ ഗതാഗത തടസ്സം നീക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ, ഈ സഞ്ചാരികളുടെ തിരക്ക് വരുന്ന സമയമാണ്. കോഴിക്കോട് നിന്നൊക്കെയാണ് അതിലും ഒരു വീക്കെൻഡ് ട്രിപ്പായിട്ടും, പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ കൂടി ആഴ്ചയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരക്കേറുന്ന സമയമാണ്. വേഗത്തിൽ കുരുക്ക് നീങ്ങട്ടെ. പെരുന്നാൾ ആഘോഷിക്കാൻ പലരും കർണാടകയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരുന്ന സമയം കൂടിയാണ്. അപ്പോഴാണ് ഒരു കുരുക്ക്. ആ കണ്ടെയ്നർ അവിടെ നിന്ന് മാറി കുരുക്ക് നീങ്ങട്ടെ. സുഗമമായി അവർ നാട്ടിൽ നിന്ന് യാത്രയ്ക്കൊക്കെ സൗകര്യം ഒരുങ്ങട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.